അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുക്കിംഗ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഒരാഴ്ച ആയിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റമൊക്കെ അത്യാവശ്യം നല്ല പോലെ ചമ്മലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വീണിട്ട് നല്ല പോലെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പച്ചരി ചോറുണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് രാവിലെ തന്നെ. അപ്പോൾ അത് ഉച്ചയ്ക്കും കൂടി കണക്കാക്കിയിട്ട് നെയ്ച്ചോറ് പോലെ വെച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഞാൻ രാവിലെ തന്നെ വേഗം റെഡിയാക്കി, കാരണം ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഇത് അടിച്ചരി കഴിഞ്ഞപ്പം ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ കോവക്കയൊക്കെ പഴുത്ത് പിന്നെ ബാക്കി ചെറുതായിട്ട് മൂത്തൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇതാ നമ്മൾ പോകുമ്പം കടലാസ് പൂവ് ഉള്ള പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വലുപ്പം വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടീൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇത് വിരിയാനാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കളറ് കടലാസ് പൂവ് അതും നല്ല പോലെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം എല്ലാ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് തോനെ മുറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അകത്ത് നല്ല അത്യാവശ്യം പൊടിയും പിന്നെ എന്താ പറയുക ചെതൽ മാറാല ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി തട്ടിയിട്ട് ഇതാ നേരെ അടിച്ചു വാരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കോരിയെടുത്തിട്ട് ഒഴിവാക്കുക ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം എന്തായാലും നല്ല പോലെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രക്കും പൊടിയും ഉണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കാവ്യമൊക്കെ നല്ല തിളങ്ങുന്ന പോലെ തുടക്കണം കേട്ടോ. കാരണം നമ്മൾ ചെതലൊക്കെ തട്ടിയോണ്ട് അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട്. അങ്ങനെ ഇതാ അടിച്ചാരലൊക്കെ കഴിഞ്ഞു. ഇതാ അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ റൂമുകളൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ എഡ്ജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീളമുള്ള ഹാളിനെയാണ് കേട്ടോ എഡ്ജ് എന്ന് പറയാം. അവിടെയൊക്കെ അടിച്ചു വാരി പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒരു 2-3 പ്രാവശ്യം എന്തായാലും ക്ലീൻ ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇത് മാറി കിട്ടണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നല്ല പോലെ തുടച്ചെടുക്കണം. പിന്നെ ഇതാ ഈ ഒരു ഏരിയയും കൂടി തുടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെടിയൊക്കെ നനച്ചിട്ട് 2-3 എന്താ പറയുക കുറേ ദിവസമായിട്ടുണ്ട്, ഒരാഴ്ചക്ക് മേലായല്ലോ ഇപ്പോൾ പോയി വന്നിട്ട്. അങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തുടച്ച ബാക്കിയുള്ള വെള്ളം കൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഉറക്കിയതിന് ശേഷം ഇതാ കടലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വന്നിട്ട് വാങ്ങാമെന്ന്. തക്കാളിക്കോ അതും 1 കിലോ എന്നാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോന്നു കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത്യാവശ്യം തക്കാളി സവാള അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിരുന്നു. പിന്നെ പഴം വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ മോൾക്ക് പാമ്പേഴ്സ്, പാല്, ബ്രെഡ് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇടുമ്പോൾ ഒരു റീച്ചും കാര്യങ്ങളും കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് പോത്തിൻ്റെ എല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൂള വാങ്ങിയിട്ടുണ്ട്. അതും 2 കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു പച്ചമാങ്ങ വാങ്ങി, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കുക, പിന്നെ കറിയിലൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ കറി വെക്കാനുള്ളതും പിന്നെ കുറച്ചൊരു കുക്കീസിൻ്റെ പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി വാങ്ങിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നോമ്പിൻ്റെ ഒക്കെ കുറച്ച് മുൻപായിട്ട് എൻ്റെ കയ്യിലുള്ള ഓട്ടടൻ്റെ ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പുതിയത് വാങ്ങി വന്നതാണ് കേട്ടോ. ഇതിന് ഒരു 90 രൂപ എങ്ങാനും റേറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ മയക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മൺചട്ടി എങ്ങനെ മയക്കുന്നത് എന്നുള്ളതും കൂടി കാട്ടിത്തരാം കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ അതിൻ്റെ ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പൊടിയും ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ആ കൊട്ടയിൽ വികാതെ വെക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു കവറ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരിതായിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോൾ നല്ല പോലെ വിശന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആവുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും കട്ടൻ ചായയും കൂടിയാണ് കേട്ടോ. ഇത് കട്ടൻ ചായ അത്യാവശ്യം നല്ല ചൂടാണെങ്കിൽ കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ മൺചട്ടി എൻ്റെ രീതിയിൽ എങ്ങനെ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ മൺചട്ടി മയക്കുന്നത് എന്നുള്ളത് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ കുറച്ച് തീ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മളെ ചട്ടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിറച്ചും വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ശരിക്ക് എൻ്റെ കയ്യിലിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കാട്ടിത്തരുന്നത്. വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം എന്തായാലും ചോറുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അങ്ങനെയും ചെയ്യും കേട്ടോ. അതുകൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ തീ നല്ലപോലെ കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു 4-5 ദിവസം അവിടുന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഏലക്കായ ഉണ്ടായിരുന്നു, അത് ബോട്ടിലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് ജാറിലാണ് ഇട്ട് വെക്കാറുള്ളത്. അധികം ഞാൻ ഏലക്കായും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ സ്റ്റോർ ചെയ്യൽ. അങ്ങനെ ഈ ഒരു രീതിയിൽ കഞ്ഞിവെള്ളം എടുത്തു വെച്ചതാണ് കേട്ടോ. അതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ കുഞ്ഞു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അതാണ് ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്ത് മുക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മയക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല പോലെ ഇത് നിറയുന്ന അത്ര കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 4-5 ദിവസം ഇതുപോലെ നമ്മൾ ആ ഒരു മെത്തേഡ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു മൺചട്ടി വായിക്കുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിലും കൂടി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.